നമ്മുടെ രാജ്യം വളരെ ഗുരുതരമായ സാഹചര്യത്തെ നേരിടുന്നു എന്ന് DYFI കാണുകയാണ്. തൊഴിലില്ലായ്മയാണ്. തൊഴിലില്ലായ്മ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് എത്തിച്ചേരുകയാണ്. ഇക്കഴിഞ്ഞ എക്കണോമിക് സർവേ റിപ്പോർട്ട് തന്നെ പറയുന്നത് റെഗുലർ സാലറീഡ് ജോബ്സ് അതിൻ്റെ എണ്ണത്തിൽ സാരമായ കുറവുണ്ടായതായി എക്കണോമിക് സർവേ റിപ്പോർട്ട് പറയുന്നു. എക്കണോമിക് സർവേ റിപ്പോർട്ടിൻ്റെ തന്നെ കണക്ക് പറഞ്ഞാൽ കോർപ്പറേറ്റ് ലാഭം ഉയർന്നിരിക്കുന്നു. എന്നാൽ അതേസമയം വേജ് സ്റ്റാഗ്നേഷൻ സജീവമായി നിൽക്കുന്നു. രാജ്യത്തിലെ ജനസംഖ്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന യുവത്വം തൊഴിലില്ലായ്മ നേരിടുന്നു. തൊഴിൽ സുരക്ഷിതത്വമില്ല, ജോലി സ്ഥിരതയില്ല എന്ന പ്രശ്നം നേരിടുന്നു. 3, ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള സാലറി. രാജ്യത്ത് ഇൻഫ്ലേഷൻ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉയരുന്ന ജീവിത ചെലവ് മീറ്റ് ചെയ്യാൻ പാകത്തിലുള്ള വരുമാനമില്ലാത്തവരായി രാജ്യത്തെ മഹാഭൂരിപക്ഷം ആളുകളും മാറുന്നു. ഈ കേന്ദ്ര സർക്കാർ സർവീസുകളിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു തസ്തികയിലേക്കും ഒഴിവ് നികത്താൻ അവർ തയ്യാറാകുന്നില്ല. ലക്ഷക്കണക്കിന് ഒഴിവുകളാണ് വിവിധ സന്ദർഭങ്ങളിൽ പാർലമെന്റിൽ തന്നെ ഗവൺമെന്റ് സമ്മതിച്ചത് ഒഴിഞ്ഞുകിടക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ റെയിൽവേയിൽ പെൻഷനായി പോയവരെ പുനർനിയമിക്കാനാണ് 2024 ഒക്ടോബർ മാസത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവ്. അതിപ്പോൾ നടന്നു വരികയാണ്. പ്രധാനപ്പെട്ടൊരു ജോബ് സെക്ടറാണ് ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കിംഗ് സെക്ടർ. ബാങ്കിംഗ് മേഖലയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രവണത അപ്രന്റീസ്ഷിപ്പാണ്. 2014 2023 ഇടയിൽ രാജ്യത്ത് ബാങ്ക് എംപ്ലോയീസിൻ്റെ എണ്ണം വളരെ സാരമായി കുറഞ്ഞിട്ടുണ്ട്. ഞാൻ കണക്കുകളിലേക്ക് പോകുന്നില്ല, സാരമായി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴൊരു പുതിയ പ്രവണത ആരംഭിച്ചിരിക്കുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന പേര് പറഞ്ഞ് 12,000-15,000 രൂപയ്ക്ക് അപ്രന്റീസ്ഷിപ്പിന് ആളെ എടുക്കും. ഒരു വർഷം കാലാവധി കഴിയുമ്പോഴേക്കും അവരങ്ങ് മാറും, പുതിയ ആളുകൾ വരും. ഔട്ട്സോഴ്സിങ്ങും വേറെയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വളരെ ആകർഷണീയമായിരുന്ന ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കിംഗ് മേഖലയിൽ ഇപ്പോൾ നിയമന നിരോധനമാണ് നടന്നു വരുന്നത്. റെയിൽവേയുടെ കാര്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവാണ് റെയിൽവേ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഓരോന്നായി എടുത്തു പറയുന്നില്ല, എല്ലാ മേഖലകളിലും ഇതുതന്നെയാണ് അവസ്ഥ. അപ്പോൾ ഇത് രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് അതീവ ഗുരുതരമായ സാഹചര്യമാണ്. വേറൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നം ഇക്കഴിഞ്ഞ DYFI കേന്ദ്ര കമ്മിറ്റി ഗൗരവമായി ചർച്ച ചെയ്തത് വർക്ക് ലൈഫ് ബാലൻസ് ആണ്. 2 മുദ്രാവാക്യങ്ങൾ DYFI വളരെ സജീവമായി എടുക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ 1 വർക്ക് ലൈഫ് ബാലൻസ് ആണ്, 2 റൈറ്റ് ടു ഡിസ്കണക്റ്റിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഏറെ പ്രധാനപ്പെട്ട കാര്യം ഈ വർക്ക് ലൈഫ് ബാലൻസ് ആണ്. അന്നാ സെബാസ്റ്റ്യൻ്റെ മരണം ഒരു ഐ ഓപ്പണിംഗ് ആയിരുന്നു രാജ്യത്ത്. ഏണസ്റ്റ് ആൻഡ് യങ്ങിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അന്നാ സെബാസ്റ്റ്യൻ എന്ന യുവതി, കൊച്ചിക്കാരി, മാനസിക സമ്മർദ്ദം കാരണം മരണപ്പെടുകയും അവരുടെ അമ്മ ഏണസ്റ്റ് ആൻഡ് യങ്ങിൻ്റെ CEOയ്ക്ക് അയച്ച കത്ത് വളരെ വൈറലാവുകയും ചെയ്തു. പാർലമെന്റിൽ പിന്നെ പലതവണ ഈ പ്രശ്നം പല MPമാരും ഉന്നയിച്ചു, ഞാൻ ഉൾപ്പെടെ പലരും ഉന്നയിച്ചു. വർക്ക് ലൈഫ് ബാലൻസ് ആണ്. പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഒരു കണക്ക് പ്രകാരം IT മേഖലയിൽ ജോലി ചെയ്യുന്ന 90% 25 വയസ്സിന് താഴെയുള്ളവർ വലിയ തോതിൽ ആൻസൈറ്റി നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മാനസിക സമ്മർദ്ദം, മാനസികമായ പിരിമുറുക്കങ്ങൾ, ജോലി ഏത് സമയവും ജോലിക്ക് അവൈലബിൾ ആകണമെന്നുള്ളതാണ്. ജോലിക്ക് അവൈലബിൾ ആകാത്ത ഒരു സമയവുമില്ല. ഓൺ കോളിൽ ഏത് സമയവും. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് IT മേഖലയിലും അനുബന്ധ മേഖലയിലും ഇന്ന് വളർന്നു വരുന്നത്. പ്രൈവറ്റ് സെക്ടറിലാകെ, ഇത് IT മാത്രമായി കണക്കാക്കേണ്ടതില്ല, പ്രൈവറ്റ് ബാങ്കിംഗ് മേഖല, വാഹന വിപണി, എക്സിക്യൂട്ടീവുകൾ, പ്രൈവറ്റ് ഇൻഷുറൻസ് മേഖല, ഇത് ജോലി സമയം അനിശ്ചിതമായി നീണ്ടുപോവുകയാണ്. ഇതിലാണ് DYFI ആശങ്കപ്പെടുന്നൊരു കാര്യം. ഇക്കഴിഞ്ഞ എക്കണോമിക് സർവേ റിപ്പോർട്ട് ശുപാർശ ചെയ്തിരിക്കുന്നത് രാജ്യത്ത് വർക്കിംഗ് അവേഴ്സ് വർദ്ധിപ്പിക്കണമെന്നാണ്, എൻഹാൻസ് ചെയ്യണമെന്നാണ്. ലേബർ കോഡിൽ അതിന് വ്യവസ്ഥയുണ്ടെന്നും 7 സംസ്ഥാനങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ഇതിനകം. അതുകൊണ്ട് എല്ലാ സ്റ്റേറ്റും അത് ചെയ്താൽ യുവതി യുവാക്കളുടെ ഏണിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുമെന്ന വിചിത്രമായ വാദമാണ് എക്കണോമിക് സർവേ റിപ്പോർട്ട് ഏറ്റവും ഒടുവിൽ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ഇത് ഞങ്ങൾ ആശങ്കപ്പെടുകയാണ്. കാരണം എക്കണോമിക് സർവേ റിപ്പോർട്ട് ഇത് പ്രപ്പോസ് ചെയ്യുമ്പോൾ ഇനിയും തൊഴിൽ ചൂഷണം രാജ്യത്ത് വർദ്ധിക്കാനാണ് ഇടവരുന്നത്.
ഇപ്പോൾ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഈ പ്രശ്നത്തിൻ്റെ പശ്ചാത്തലത്തിൽ DYFI ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുകയാണ്. DYFI നേതൃത്വം ഞാനുൾപ്പെടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാംഗ്ലൂരിലെ IT സെഗ്മെൻറ്റിലെ ജോലി ചെയ്യുന്ന യുവതീവാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വരും ദിവസങ്ങളിൽ രാജ്യത്തെ IT ഹബ്ബുകളിലാകെ പ്രധാനപ്പെട്ട അവിടുത്തെ ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി, ഇതിൻ്റെ വിക്ടിംസുമായി, അവിടുത്തെ IT എംപ്ലോയീസുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ, എൻഗേജ്മെൻറ്റ് നടത്താൻ DYFI തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ചെന്നൈയുണ്ട്, കൊൽക്കത്തയിൽ, പൂനെയിൽ, അതോടൊപ്പം തന്നെ മുംബൈയിൽ, വളരെ പിന്നെ കേരളത്തിൽ നമ്മുടെ കൊച്ചിയിലും അതോടൊപ്പം തന്നെ ടെക്നോ പാർക്കിലും ഉൾപ്പെടെ, ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൽ ഉൾപ്പെടെ, അങ്ങനെ രാജ്യത്ത് പ്രധാനപ്പെട്ട IT ഹബ്ബുകളിൽ ഐടിയുടെ കാര്യം പറയുമ്പോൾ തന്നെ അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പ്രൈവറ്റ് സെക്ടറിലും, ചൂഷണം നിലനിൽക്കുന്ന എല്ലാ പ്രൈവറ്റ് സെക്ടറിലും ഈ പ്രശ്നം വളരെ സജീവമായി ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ എല്ലാ മേഖലകളിലും വേജ് സ്റ്റാഗ്നേഷനാണ്. എക്കണോമിക് സർവേ റിപ്പോർട്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കോർപ്പറേറ്റ് ലാഭം ഉയർന്നതായി കാണിക്കുന്നു, പക്ഷേ വേജ് സ്റ്റാഗ്നേഷൻ നിലനിൽക്കുന്നതായി എക്കണോമിക് സർവേ റിപ്പോർട്ട് തന്നെ സമ്മതിക്കുകയാണ്, അതിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗവൺമെന്റ് തന്നെ അഡ്മിറ്റ് ചെയ്യുന്ന ഈ പ്രവണത ഈ നയത്തിന്റെ പ്രശ്നമാണ്.